നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഒന്ന് തയ്യാറാക്കിയാലോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ രുചിയിൽ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഒന്ന് തയ്യാറാക്കാം. നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഓൾറെഡി കുക്ക്ഡായ റൈസാണ് എടുത്തിരിക്കുന്നത്, ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് എന്തുമാത്രം റൈസാണ് വേണ്ടിയത് അത് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ വരുന്ന സമയം കൊണ്ട് ആവശ്യം ഉപ്പും കൂടെ ചേർത്ത് 1 to 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് അത് തിളച്ച് വരുമ്പോഴത്തേക്കും റൈസ് വെച്ച് ചേർത്തതിന് ശേഷം ഒരു 90% ഒന്ന് കുക്കായാൽ മതി. കുക്കായതിനു ശേഷം വാർന്നെടുക്കുക. അതിനുശേഷം ഒരു കടായിലോട്ട് ഓയിൽ 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് 10 to 15 വെളുത്തുള്ളി ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ എന്താ ആഡ് ചെയ്താലും ഹാഫ് കുക്ക്ഡ് ആയാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസ്, തീരെ ചെറിയൊരു സൈസ് നമ്മുടെ സവോള തീരെ നൈസായിട്ട് ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകരം നിങ്ങൾ നമ്മുടെ ഉള്ളിയുടെ തണ്ടാണേലും ആഡ് ചെയ്താൽ മതി കേട്ടോ. അത് വൈറ്റ് പാർട്ട് ഒന്ന് ആഡ് ചെയ്തോളൂ. അതിനുശേഷം അതും കൂടെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് സോട്ടായിട്ട് ആയതിനു ശേഷം ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഞാനിവിടെ ഞുറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ക്യാരറ്റ് അതും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് താല്പര്യം അതെല്ലാം ആഡ് ചെയ്തോളൂ. കോളിഫ്ലവർ, നമ്മുടെ മഷ്റൂംസ്, എന്തൊക്കെയാണ് താല്പര്യം അതെല്ലാം ആഡ് ചെയ്തോളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു 10 to 15 ബീൻസ് ഞാൻ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ ആയിട്ട് ഗ്രീൻ പീസ് ഞാനിവിടെ വെള്ളത്തിൽ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഹാഫ് കുക്ക്ഡ് ആയത്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇതെല്ലാം നമ്മുടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഹാഫ് കുക്കാക്കി എടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ക്യാബേജും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാബേജും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതും കൂടെ ഒരു ഹാഫ് കുക്ക് ആകുന്നിടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്തോളും. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സോ നോക്കിയിട്ട് വേണം നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആവശ്യമനുസരിച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജീസ് എല്ലാം ഹാഫ് കുക്ക് ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചൈനീസ് സ്റ്റൈലിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് സോയ സോസ് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജീസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജീസ് എല്ലാം മിക്സായി നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അധികം ഒന്നും ഉടയ്ക്കാനൊന്നും നിൽക്കേണ്ട, കാരണം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. പെപ്പർ പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഫ്ലേവർ തന്നെ വളരെ ടേസ്റ്റി, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ അതേ സ്വാദാണ് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസിന് കിട്ടുന്നത്. സോ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വളരെ രുചികരമായ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.